കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഈ പകലിലും അവിടുത്തെ ശബ്ദം കേൾക്കാൻ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരുവാൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കും. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവമായിട്ട് പകർന്നുകൊണ്ടിരിക്കും. ദൈവത്തിങ്കലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്തണം. നമ്മുടെ കണ്ണുകൾ എപ്പോഴും ദൈവത്തിങ്കലേക്കാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണമായൊരു സഹിഷ്ണുത നമുക്ക് ആവശ്യമുണ്ട്. ഉടനെ നടന്നില്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരാശയിലേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, അതിനുവേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകുമെങ്കിൽ വാക്ക് പറഞ്ഞവൻ റൈറ്റ് ടൈം ആകുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യും. വീട്ടിൽ വീഞ്ഞ് പോരാതെ വന്നപ്പോൾ മറിയ വന്ന് യേശുവിനോട് പറഞ്ഞ പ്രസ്താവന, വീഞ്ഞ് തീരാതെ വരിക. യേശു പറഞ്ഞത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ ടൈം വരുമ്പോൾ ആരും ചിന്തിക്കാത്തതിനേക്കാൾ ശ്രദ്ധകരമായി നമ്മുടെ മൈൻഡിൽ ഉൾക്കൊള്ളാത്ത വലിയ കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകട്ടെ. നമ്മുടെ ദൈവം ആരാണ് എന്ന ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാവണം. സഹോദരങ്ങളെ, നിസ്സാരമൊരു കാര്യം നടത്തി തരുന്ന ഒരു ദൈവം മാത്രമല്ല നമ്മുടെ ദൈവം. പാപങ്ങൾ മോചിക്കാൻ അധികാരമുള്ളവൻ, സൃഷ്ടിക്കുന്നവൻ, വരിയായി കൽവറിയിലൂടെ നമ്മളെ വീണ്ടെടുത്ത മക്കളും അവകാശികളും ആക്കി തീർത്ത ആ മഹാദയക്കായി, കരുണയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഉദ്ധാരണങ്ങളുടെ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉദ്ധാരണങ്ങളുടെ ദൈവം മരണത്തിൽ നമ്മളെ ഉദ്ധരിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവം, സ്തോത്രം, നാൾതോറും ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. ഒറ്റ വാക്കിൽ കർത്താവിനെ ഒതുക്കരുത്. നമ്മുടെ ഒരു വിഷയം മാത്രം ചെയ്യുന്ന കർത്താവല്ല, പരിധിയും പരിമിതിയും ഇല്ലാത്ത നമ്മുടെ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, രാജാക്കന്മാർക്ക് അധിപൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അമർത്യതയുള്ളവൻ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് അരുളി ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ഒരു ഉറപ്പ് എല്ലാ നിമിഷവും നമുക്കുണ്ടാവണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്യാൻ ദൈവസഭ തയ്യാറാകട്ടെ. അവരും അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠകരമായതിനു വേണ്ടിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. എപ്പോഴും ഓർക്കുക, ദൈവ ഇഷ്ടം ചെയ്യാൻ ദൈവമേ എന്നെ പ്രാപ്തനാക്കണമേ എന്നാണ്. ആ ഒരു പ്രാർത്ഥന നിങ്ങളുടെ അകത്ത് വെളിപ്പെടുമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ദിവസങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, തലമുറകളിൽ വെളിപ്പെടുത്താൻ അവിടത്തേക്ക് പ്രസാദമാകും. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ ചിന്തിക്കുന്നു. 106 സങ്കീർത്തനം, അതിൻ്റെ 2-ാമത് വാക്യം, യഹോവയുടെ വീര്യപ്രവർത്തികളെ ആർ വർണ്ണിക്കും, അവൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും.
യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ എന്ന് പറഞ്ഞാണ് ഈ ഹല്ലേൽ ഗീതങ്ങളെല്ലാം തുടങ്ങുന്നത്. അവിടെ നല്ലവനല്ലോ എന്ന് പറഞ്ഞ് അവിടുത്തെ ദയയെപ്പറ്റി ഘോഷിച്ച് ഉല്ലസിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. തൻ്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം അവരെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഈ സങ്കീർത്തനം തുടങ്ങുമ്പോൾ രണ്ടാമത് വാക്യം ശ്രദ്ധേയമാണ്. യഹോവയുടെ വീര്യപ്രവർത്തികളെ ആര് വർണ്ണിക്കും? സഹോദരങ്ങളെ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, അവിടുത്തെ പ്രവർത്തികൾ എന്നല്ല, വീര്യപ്രവർത്തികൾ. ചെങ്കടന്റെ മുമ്പിൽ നിന്ന് അറച്ച് ഇവിടെ ഞങ്ങൾ മരിച്ചു വീഴേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതുവരെ കടലിനകത്തൊരു വഴി തുറന്ന ചരിത്രമില്ല. ഉണ്ടോ? ചിന്തിച്ചു നോക്കൂ. അങ്ങനൊരു വഴിയെപ്പറ്റി ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ വഴിയില്ലെന്നും ഇവിടെ അസ്തമിച്ച് വീഴുമെന്നും നീ ചിന്തിക്കുന്ന ഇടത്ത് ആ കടലിനകത്ത് വഴി തുറക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കാൻ പ്രിയ സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണമേ. കുത്തൊഴുക്കുള്ള യോർദാൻ, മരണത്തിൻ്റെ യോർദാൻ, കൊയ്ത്തുകാലത്ത് പോലും കൊയ്ത്തെടുക്കാൻ സമ്മതിക്കാത്ത യോർദാൻ ഭീഷണിയായി നിൽക്കുമ്പോൾ പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ചവിട്ടിയപ്പോൾ യോർദാന്റെ ഒഴുക്ക് തിരിഞ്ഞുപോയി. ജനം ഉണങ്ങിയ നിലത്തൂടെ നടന്നു. എന്നിട്ട് യോശുവയുടെ പുസ്തകം ഒന്ന് വായിക്കുമ്പോൾ 12 കല്ലെടുക്കാൻ പറഞ്ഞു. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ അടുത്ത ജനറേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയേണ്ട ഒരു സാക്ഷ്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ പോലും കൊയ്ത്തെടുക്കുവാൻ കഴിയാതെ, നിൽക്കുവാൻ കഴിയാതെ ഒഴുക്കിക്കൊണ്ടുപോയ യോർദാന്റെ ശക്തിയുടെ മേൽ പുരോഹിതന്മാർ ആത്മനിയോഗം പ്രാപിച്ച് കാലിൻ്റെ സ്പർശനം സംഭവിച്ച മാത്രയിൽ തിരിഞ്ഞൊഴുകി ഞങ്ങളുടെ പിതാക്കന്മാർ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയൊരു സാക്ഷ്യമുണ്ട്. ആ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഈ കല്ലുകൾ എടുത്ത് നാട്ടിയത്. ഈ കല്ലുകളെന്ന് പറയാൻ തയ്യാറാവണം. നമ്മളെ സംബന്ധിച്ച് ദൈവം എത്ര ഉപകാരം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ നടത്തിയില്ലേ? സേട്ടകരമായ പാന്താവിലൂടെ കൊണ്ടുവന്നില്ലേ? അസ്തമിച്ചെന്ന് നിങ്ങൾ ചിന്തിച്ച്, ഒഴുകിപ്പോകുമെന്ന് ചിന്തിച്ച്, ഇതെന്നെ ഇല്ലാതാക്കുമോ എന്ന് ഭയപ്പെട്ട സന്ദർഭങ്ങളിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് മാറ്റിവിരിക്കേണ്ടതിനെ മാറ്റിവിരിച്ച് സുഗമമായ പാതയിലൂടെ നിന്നെ നടത്തിയെങ്കിൽ പ്രിയ സഹോദര, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിച്ചുകൂടാ? ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, യഹോവേ, അങ്ങ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ വളരെയാകും. ഞാൻ അവ വിവരിക്കാൻ തയ്യാറാണ്, പക്ഷെ എണ്ണിക്കൂടാതെ വണ്ണം. എന്നിട്ട് താൻ നന്ദി പറയുകയാണ്. എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗൃഹവും എന്തുള്ളൂ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ദാവീദിനെ തിരുവെഴുത്ത് ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ പാറയെ പിളർന്നില്ലേ? ഇറച്ചി ചോദിച്ചപ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടന്ന ലിവ്യാതാന്മാരുടെ തലകളെ തകർത്തുകൊണ്ട് അതിനെ പറപ്പിച്ച് കാടപ്പക്ഷിയായി നിന്റെ കൂടാരത്തിനകത്ത് എത്തിച്ചില്ലേ? എത്രയോ വീര്യപ്രവർത്തികൾ. അതുകൊണ്ട് പൗലോസ് പറയുകയാ, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഇല്ലേ? മുമ്പിൽ മാർഗതടസ്സമായി ആരെയും പ്രവേശിപ്പിക്കാതെയും അകത്ത് നിന്ന് പുറത്തോട്ട് വിടാവുന്ന എരിഹോവിന്റെ ശക്തികളെ കാഹളത്തിന്റെ ശക്തിയാൽ ആത്മനിയോഗത്തോടെ അതിനെ ചുറ്റിയപ്പോൾ അത് ഇടിഞ്ഞു തകർന്നു വീണെങ്കിൽ
ആ വീര്യപ്രവർത്തികളെ വർണ്ണിക്കാതിരിക്കരുത് കേട്ടോ. നിനക്ക് മാർഗതടസ്സമായി നാളുകൾ പ്രവേശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞയിടത്തേക്ക് പ്രവേശിപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കാതിരിക്കരുത്. പാട്ടുകാരൻ പാടുന്നത് പോലെ വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരെ, എണ്ണി തീർത്തിടാതെ അവൻ ചെയ്ത വൻ കൃപകൾ. സ്തോത്രം. അടുത്ത് നോക്കൂ, അവൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും? സ്തുതികൾക്ക് യോഗ്യനായ ദൈവത്തെ, ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായവനെ ആര് വിവരിക്കും? ഹല്ലേലൂയ. അവിടുത്തെ മഹത്വം ചെറുതല്ല, അവിടുത്തെ ശക്തി ചെറുതല്ല. ഇന്ന് പകൽ ദൈവപ്രവർത്തികളെ ആര് വർണ്ണിക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ഉന്നതനായവൻ്റെ മുമ്പിൽ വണങ്ങുവാൻ തയ്യാറാകൂ. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ കൂടാരത്തിൽ വരിക. ഇനിയും ചിലത് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് പ്രസാദമുണ്ടാകും. കഴിഞ്ഞ നാളുകൾ നടത്തിയവൻ ഇന്നും നടത്തും. അതോർക്കുക. നമ്മളിപ്പോഴുള്ളതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇന്നലെ വീര്യപ്രവൃത്തി ചെയ്ത ദൈവം. അതുകൊണ്ടാണ് പറഞ്ഞത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കരം കുറുതായി പോയിട്ടില്ല. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. ആ കരം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി നീട്ടിയിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നു, യഹോവയുടെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നതാര്? അവിടെ നിർണയിച്ചിരിക്കുന്നത് ദുർബലമാക്കുന്നതാണ്. ഇന്ന് പകലും ആ കരം നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നീട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ആ കരം നീട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ആ കരം ഇറങ്ങി വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. നീട്ടിയ അങ്ങയുടെ കരത്തിനായി സ്തോത്രം. പ്രവർത്തിച്ച അങ്ങയുടെ ഭുജത്തിനായി സ്തോത്രം. നിർണയിച്ച അങ്ങയുടെ കർത്താവേ, വാക്കുകൾക്കായി സ്തോത്രം. ഈ പകൽ വർണ്ണിച്ചിടുവാൻ ഞങ്ങൾക്ക് നാവ് പോരാ. ഇന്ന് പകലും ആ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. രോഗികൾ സൗഖ്യമായിരിക്കാൻ സ്തോത്രം. ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നിരിക്കാൻ സ്തോത്രം. സാധ്യങ്ങൾ സാധ്യമായിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ, അവിടുത്തെ സ്തുതിപ്പാൻ ഇന്ന് പകൽ തയ്യാറാകൂ. വീണ്ടും അവിടുന്ന് വൻ കാര്യങ്ങൾ ചെയ്യും. അവിടുത്തെ ഭുജം നമുക്ക് വേണ്ടി നീട്ടും, സൗഖ്യമാക്കും, ശക്തീകരിക്കും, ബലം കൽപ്പിക്കും. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.